ഇതൊരു റിവ്യൂ ആയിട്ടൊന്നും കണക്കാക്കേണ്ട കാര്യമില്ല. ബിജു എൻ്റെ ഒരു ഒറ്റ സുഹൃത്താണ്. എന്താ പറയുക, എത്തിക്കലായിട്ട് ഒരു ബിസിനസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ എൻ്റെ എല്ലാ ടൈപ്പ് ഓഫ് ബിസിനസ്സും വളരെ എത്തിക്കലായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ആണ് ഞാൻ ബിജുവിനെ കണ്ടിട്ടുള്ളത്. ബിജുവിൻ്റെ ഹണി പ്രൊഡക്റ്റാണ് തടത്തിൽ ഹണി. ഞാനത് നേരത്തെ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. നല്ലൊരു ഇതാണ്. ഞാനൊന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് അതിൻ്റെ റിവ്യൂ പറയണമെന്ന് ബിജു പറഞ്ഞപ്പോൾ അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ബിജു എൻ്റെ വീട്ടിലേ ചെറുപ്പത്തിൽ തൊട്ട്, ഞാനൊരു 4ാം ക്ലാസ് 5ാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ട് എൻ്റെ വീട്ടിൽ 5-10ഓളം പെട്ടികൾ വെച്ച് തേനെടുക്കാറുണ്ട്. ഫാദർ അത് ശരിക്കും പറഞ്ഞാൽ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. ഞങ്ങൾ അന്ന് ഇത് വെള്ളത്തിൽ കലക്കി കുടിക്കുക, അതുപോലെ തന്നെ ഇത് അന്ന് ഈ ഒരു മറ്റേ അടകളെടുത്ത് ഇതിൽ ഒരു സാധനത്തിൽ വെച്ച് കറക്കിയിട്ടാണ് ഇതെടുക്കുക. അത് ഒഴിച്ച് കുപ്പിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി അതിൻ്റെ അടിയിൽ ഇങ്ങനെ കിടക്കും. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ എടുത്ത് നക്കി കഴിക്കുമ്പോൾ ഇതിൻ്റെ മാതിരി ഒരു ചെറിയൊരു ക്രിസ്റ്റൽ ഇതാണ് ആ ഫീൽ കിട്ടുക, അല്ലേ? പക്ഷെ അതിലുള്ള പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഭൂരിഭാഗം കസ്റ്റമേഴ്സും കറപ്റ്റഡ് ആയിട്ടുള്ള ഹണി ഉപയോഗിച്ച് അതാണ് നല്ലത്. ഇപ്പം ഞാൻ ശരിക്കും ഇത് കഴിക്കുമ്പോഴേ എനിക്ക് ആ ക്രിസ്റ്റലും ഇതും കിട്ടുമ്പോഴേ എനിക്ക് അത് അറിയാവുന്നതുകൊണ്ടാണ് ബുദ്ധിമുട്ടില്ലാത്തത്. അതല്ലാത്ത ഒരാൾക്ക് അത് ഉപയോഗിക്കുമ്പോൾ ഞാൻ മറ്റേ ഹണിയൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് ഈസി ആയിട്ട് എനിക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു. ഇതിലൊരു ക്രിസ്റ്റലി ഫീൽ ഉണ്ട്. ഇതിനകത്തുള്ളത് ഒറിജിനൽ ഹണി നമ്മൾ കുറച്ചു കാലം വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എടുത്ത് ക്രിസ്റ്റലാവും. അതിൻ്റെ ഗ്ലൂക്കോസ് കണ്ടന്റുകൾ കൂടുതലാണ്. ഒറിജിനൽ ആയിട്ടുള്ള ഗ്ലൂക്കോസ് ഉള്ളതുകൊണ്ടാണ് അത് ക്രിസ്റ്റലാവുന്നത്. അത് നമ്മുടെ പല കസ്റ്റമേഴ്സും ഞങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. പക്ഷേ ഒറിജിനലായ ഹണി ക്രിസ്റ്റലാവാത്തൊരു ഹണി നമ്മൾ ടെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ അതിനകത്ത് മായം കണ്ടെത്താൻ സാധിക്കും. പക്ഷേ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ആളുകൾ മുഴുവൻ മറ്റേ ടൈപ്പ് മേടിച്ച് ഉപയോഗിച്ച് ആളുകളുടെ മനസ്സിൽ അതാണ് ശരിയെന്നാണ് തോന്നണത്. ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെല്ലാം നമ്മൾ അതിൻ്റെ നിങ്ങൾ കച്ചവടത്തേക്കാൾ മുമ്പ് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ പറയുന്ന കസ്റ്റമറിന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ലാബ് ടെസ്റ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടോട് കൂടി ആയിരിക്കും നമ്മൾ കൊടുക്കണത് അല്ലേ? അവർക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഹണിയുടെയൊക്കെ HMF വാല്യൂ എന്ന് പറയുന്നത് തന്നെ 10 തുടങ്ങി 12 വരെയാണ് HMF വാല്യൂ. എന്ന് വെച്ചാൽ ഒരു പ്രീമിയം ക്വാളിറ്റി ഹണിയാണ് നമ്മൾ മാർക്കറ്റിൽ കൊടുക്കുന്നത്. വെരി ഗുഡ്. താങ്ക് യു. എന്തായാലും താങ്ക് യു ബിജു. താങ്ക് യു.